Hello, ladies and gentlemen. Welcome back to our channel, our happy face. Yes, മല്ലു ട്രാവലറിൻ്റെ വൈക്കോയുടെ വാട്ടിക് നമ്മുടെ കയ്യിലുണ്ട്. ഡ്രിഫ്റ്റ് ഈ രണ്ട് പെർഫ്യൂമിന് ശേഷം അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള റിക്കവറി ഈസ് ഹിയർ വിത്ത് മീ. നമ്മളിപ്പോൾ വൈക്കോ പെർഫ്യൂംസിൻ്റെ റിക്കവറിയുടെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വൺ ഓഫ് ദി ഫേമസ് യൂട്യൂബർ, ഇൻഫ്ലുവൻസർ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് അറിയാവുന്ന നമ്മുടെ സ്വന്തം മല്ലു ട്രാവലറിൻ്റെ ഓൺ ബ്രാൻഡായ വൈക്കോ പെർഫ്യൂംസിൻ്റെ 3rd എഡിഷൻ. അതായത് ഫസ്റ്റ് ഇറ്റ് വാസ് വാട്ടിക് ആൻഡ് സെക്കൻഡ് ഇറ്റ് വാസ് ഡ്രിഫ്റ്റ്. അതിനുശേഷം 3rd എഡിഷനാണ് റിക്കവറി. എല്ലാം ഞങ്ങൾ മേടിച്ചു. ആദ്യത്തെ എഡിഷനും മേടിച്ചു, അതേപോലെ സെക്കൻഡും മേടിച്ചു, 3rdും മേടിച്ചു. എല്ലാ എഡിഷനും നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾ ദീസ് അറ്റ് ദി ഫസ്റ്റ് വീക്കോ മാക്സിമം സെക്കൻഡ് വീക്കിൻ്റെ ഉള്ളിൽ നമ്മളിത് മേടിക്കാറുണ്ട്. ഇതും 60 ml ആണ് ഇറങ്ങുന്നത്. അതായത് ഫസ്റ്റത്തെ എഡിഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വൈറ്റിക്, ഇതൊരു 60 ml ആണ് വരുന്നത്. അതുപോലെ ഡ്രിഫ്റ്റ് ഇതും 60 ml ആണ് വരുന്നത്. ഇത് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഒരു റൂട്ട് ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ സ്പൈസി ഫ്രാഗ്രൻസ് ആണ് വരുന്നത് നമ്മുടെ വൈറ്റിക്ക്. ഡ്രിഫ്റ്റ് ഒരു 2nd എഡിഷൻ, അതൊരു ലൈമ്, അത് അങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു സിട്രസ് ലൈം ഫ്ലേവർ ഒരു ഫ്രാഗ്രൻസ് വരുന്നുണ്ടായിരുന്നു. എല്ലാം ഒരു ബേസ് നോട്ടിൽ എനിക്ക് റൂട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു റൂട്ട് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ലെതർ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. എന്താ കേട്ടപ്പോൾ ഈ രണ്ട് സാധനങ്ങളും നമ്മൾ ഇങ്ങനെ മാറ്റിവെച്ച് ഒരു പുതിയ റിക്കവറിയുടെ റിവ്യൂ ആണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. പ്രസൻറ്റേഷൻ വൈസ് ഇറ്റ്സ് നൈസ്. ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്ന പോലത്തെ പാക്കിംഗ് അല്ല ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് അതിൻ്റെ പാക്കിംഗ് വന്നിട്ടുള്ളത്. നമുക്ക് പഴയത് ഓർമ്മയില്ലേ, ഒരു സ്ക്വയർ ബോക്സ് പോലെയായിരുന്നു നമ്മൾ മേലേക്ക് തുറക്കുന്നത്. ബട്ട് ദിസ് വൺ വി ആർ ഗോയിങ് ടു ഓപ്പൺ ലൈക്ക് ദിസ്. ഓ, ദാറ്റ്സ് കൂൾ. റിക്കവറി ഇവിടെ ഒരു ചെറിയൊരു നോട്ടൊക്കെ ആൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാട്ട്സ് റിക്കവറി, വാട്ട് ഇറ്റ് മീൻ എന്നെല്ലാം ഉള്ള രീതിയിൽ. എനിക്ക് തോന്നുന്നു മല്ലു ട്രാവലറിൻ്റെ ഈ വൈക്കോ പെർഫ്യൂംസിൻ്റെ പ്രസൻറ്റേഷൻ വൈസ് ഇറ്റ്സ് വെരി നൈസ്. ഈവൺ അവരുടെ ഈ ഫസ്റ്റത്തെ വാട്ടിക്കായാലും അതിനുശേഷമുള്ള ഡ്രിഫ്റ്റ് ആയാലും പ്രസൻറ്റേഷൻ ഇറ്റ് വാസ് വെരി നൈസ്. അതായത് ബോക്സിങ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിലും തന്നെ ഈ രണ്ട് പെർഫ്യൂംസ് ഫസ്റ്റത്തെ എഡിഷന് കൊടുത്തിട്ടുണ്ടായിരുന്ന പോലത്തെ ഒരു ഗോൾഡൻ റിബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പണായി വരുമ്പോൾ ഒരു വെൽവെറ്റ് ബേസിൽ പെർഫ്യൂം ഇരിക്കുന്നു. ജസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലുക്ക് മാറി. അതായത് ബോട്ടലിൻ്റെ ലുക്ക് മാറി, ടോപ്പ് മാറി. ഇത് രണ്ടിനും പഴയ 2 എഡിഷൻസിനും ഉണ്ടായിരുന്നത് നമുക്ക് വുഡൻ ടോപ്പായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം വരുന്നത് അതൊരു പ്ലാസ്റ്റിക്കോ സംതിങ് ലൈക്ക് ദാറ്റ് ആണ്. വൈറ്റ് കളറാണ് ഇതിൻ്റെ ഈ ബോട്ടിൽ ഇപ്രാവശ്യം കാണാനുള്ളത്. ആൻഡ് ഇറ്റ്സ് 70 ml. Both the previous 2 perfumes are 60 ml only, but this one is 70 ml. വില കുറവാണ്. കമ്പയറിങ് ടു ദി പ്രീവിയസ് 2 എഡിഷൻസ് ഇതിന് വില കുറവാണ്. ഇതിന് 150 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. രണ്ടും 150 ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ദ ന്യൂ വൺ, ദി 70 ml വൈക്കോ റിക്കവറി, ഇറ്റ് ഈസ് കമ്മിങ് വിത്ത് 60 dirham. ഇതിന് 150 ആയിരുന്നു, ഇതിന് 150 ആയിരുന്നു, ഇതിന് 60 ആണ്. അവർ പറഞ്ഞത് മാർക്കറ്റിൽ ഒന്നും കൂടി ഭൂമിയിക്കുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ അവർ ചെയ്തിട്ടുള്ളത്. നോട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട്. കുറച്ച് ഒരു തിക്കാണ്, കുറച്ച് സ്ട്രോങ് ആണ്, കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആവും എന്നാണ് അവരും പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിൽ ഫ്രാഗ്രൻസ് ഓയിൽ കുറച്ച് അധികം ആഡ് ചെയ്തിട്ടുണ്ട്, തിക്നെസ് കൂട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 8 hours ഒക്കെ പറയുന്നുണ്ട്. ഇത് പെർഫ്യൂം ഒരു 8 hours പറയുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 8 hours പറഞ്ഞൊരു 4 hours എങ്കിലും കിട്ടും. ഇത് നമുക്ക് പറയുമ്പോൾ ഒരു ഊത് തന്നെയുണ്ട്, ഊതിൻ്റെ ഒരു ബേസ് വരുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്കൊരു സംതിങ് സ്ട്രോങ് എന്ന് പറയാം. ഇത് അടിച്ച് നമ്മൾ നടക്കുമ്പോൾ എനിക്ക് പ്രൊജക്ഷൻ കൂടുതൽ കിട്ടും. ഒരു ഹെവി സ്മെല്ലായതുകൊണ്ട്, അന്ന് അത്ര ഹെവി അല്ല കേട്ടോ. നമ്മൾ പറയുന്ന പോലെ ഈ ഊതിൻ്റെ ഒരു കുത്ത് സ്മെല്ലല്ല ഉള്ളത്. കുറച്ച് സ്ട്രോങ് ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു ബേസ് നോട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഊതോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് നോട്ടുണ്ട്. ഏതാണെന്ന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് മിക്സ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു
നമ്മുടെ റിക്കവറിയും വാറ്റിക്കും വാട്ടിക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ വരുന്നത് ഒരു ഫ്രഷ് സ്മെല്ലാണ് വരുന്നത്. ഇതിൽ ഫ്രഷാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റുമോ എനിക്ക് ഓർമ്മയില്ല. ഇതിലൊരു ഫ്രഷ് ഫ്രാഗ്രൻസാണ്, ഒരു സിട്രസ് ഫ്ലേവർ വരുന്നത്. ഇതിലാണ് റൂട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു റൂട്ട്, അതിൽ ലെതറിൻ്റെ ഒക്കെ ബേസ് വരുന്നത്. ഇതൊരു സിട്രസ് ആണ്. ഈ ഫ്രാഗ്രൻസും അതേപോലെ ഡ്രിഫ്റ്റും കൂടി മിക്സ് ചെയ്തടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി സ്പൈസപ്പ് ചെയ്യും, കുറച്ചും കൂടി പ്രൊജക്ഷൻ കൂടും. എന്തായാലും ഇതൊരു നല്ല കളക്ഷൻ തന്നെയാവും. വൈക്കോ പെർഫ്യൂംസിൻ്റെ 3 ബോട്ടിൽസ് എൻ്റെ കയ്യിൽ റെഡിയാണ്. കണ്ട, 3ഉം എൻ്റെ കയ്യിലുണ്ട്. മിക്സ് ചെയ്ത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പെർഫ്യൂംസ് അടിക്കുന്നവർക്ക് അറിയാം, പെർഫ്യൂം ലവേഴ്സിന് അറിയാം, ഒരൊറ്റ പെർഫ്യൂം അടിക്കുന്നതിനേക്കാളും കൂടുതൽ സ്മെൽ വൈസ് ആയാലും പ്രൊജക്ഷൻ വൈസ് ആയാലും നമുക്ക് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നത് അത് മിക്സ് ചെയ്ത് അടിക്കണം. 2 ബ്രാൻഡുകൾ മിക്സ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ നോട്ട് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഈ വായ്ക്കോ റിക്കവറിന് ഞാൻ സജസ്റ്റ് ചെയ്യുക, ഈ വായ്ക്കോ റിക്കവറിയും ഡ്രിഫ്റ്റും തമ്മിൽ മിക്സ് ചെയ്യുക. ഇല്ല എങ്കിൽ കൂടി ദിസ് ഈസ് വെരി നൈസ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വൈസ് ദിസ് ഈസ് സൂപ്പർ. ജസ്റ്റ് ഫോർ 60 ദിർഹം യു ആർ ഗെറ്റിംഗ് 70 ml. അതായത് 10 ml കൂടുതലാണ് നമ്മുടെ ഇത് ഡ്രിഫ്റ്റ് ആയാലും വാട്ടിക്കിന് വെച്ച് നോക്കിയാലും. എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു നല്ല കളക്ഷൻ തന്നെയായിരിക്കും. മല്ലു ട്രാവലറിൻ്റെ റിക്കവറി ഞങ്ങളിപ്പോൾ മേടിച്ചു. അതിൻ്റെ റിവ്യൂ എന്നാലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് ആ നോട്ട് പെർഫെക്റ്റ് കിട്ടുന്നില്ല, ബട്ട് ഒരു പ്രൊജക്ഷൻ വൈസ് നല്ല നോട്ടാണ് ഇതിനുള്ളത്. ബേസ് നോട്ടിൽ ഞാൻ പറഞ്ഞൊരു ഊതുണ്ട്. പിന്നെ അതെനിക്ക് ഇനി കുറച്ച് നേരം അടിച്ച് കഴിഞ്ഞാലാണ് നമുക്കത് നോട്ട് മാറി പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. എന്തായാലും ഡയറക്റ്റ് സ്കിന്നിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രൊജക്ഷൻ കിട്ടും. ഡ്രസ്സിൽ അടിച്ചാലും ഓക്കെയാണ്. പ്രസൻറ്റേഷൻ വൈസ് ദിസ് ഇസ് നൈസ്. ഇറ്റ്സ് കമ്മിങ് വിത്ത് പ്ലാസ്റ്റിക് ടോപ്പ് ആൻഡ് ദി സെയിം ടൈപ്പ് മെറ്റീരിയൽ ബോട്ടിൽ വരുന്നത്, ആൻഡ് ഇറ്റ്സ് വൈറ്റ് കളർ. സോ അതാണ് ഞങ്ങളുടെ വായ്ക്കോ റിക്കവറിനെ കുറിച്ചുള്ള ഒരു ചെറിയ റിവ്യൂ. ഇനി ഞാൻ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.